ഓരോ തവണ എന്നെ തോൽപ്പിക്കുമ്പോഴും എനിക്ക് ഉള്ളിലൊരു വാശി ഉണ്ടായിരുന്നേ, ഈ തോൽപ്പിച്ചവരുടെ മുന്നിലൊക്കെ ഒരു തവണയെങ്കിലും ഒന്ന് വിജയിച്ച് കാണിക്കണം എന്നുള്ളത്. നിങ്ങൾക്കും തോന്നാറുണ്ടോ അങ്ങനെയൊക്കെ? അപ്പം അങ്ങനെ നമ്മൾ ആര് തോൽപ്പിച്ചാലും നമ്മൾ തോറ്റ് പിന്മാറില്ല. നമുക്ക് അങ്ങനെ ഒരു ഉള്ളിലൊരു വാശി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്തിട്ട് നമുക്ക് വിജയിക്കാം അല്ലേ? നമ്മുടെ വാശിയും ആഗ്രഹങ്ങളും ഒന്നും ഉള്ളിൽ വെക്കാതെ ഇതുപോലെ അങ്ങ് പ്രകടിപ്പിച്ചേക്കണം. അപ്പം നമ്മളെ തോൽപ്പിക്കുന്നവരൊക്കെ പിന്മാറിപ്പോയിക്കോളും. അങ്ങനെ എൻ്റെയും വാശിയോടുകൂടിയ ഒരു വിജയമാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ വിജയമല്ല, ഇതുപോലെ വാശിയോടുകൂടി നമ്മൾ നേടിയെടുക്കുന്ന വിജയം നമ്മുടെ കുടുംബത്തിൻ്റെയും കൂടെ വിജയമല്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ കഥകളൊക്കെ പറയുന്നതെന്ന്. വേറൊന്നുമല്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ആരാണ് തോൽപ്പിച്ചതെന്നും ആരെയാണ് വിജയിച്ച് കാണിച്ചതെന്നൊക്കെ അല്ലേ? ഒന്നുമല്ല, നമ്മുടെ കാട്ടു പന്നികളെയാണ് കേട്ടോ. എത്ര നട്ടാലും അവർ നമുക്ക് ഒന്ന് കഴിക്കാൻ പോലും തരാറില്ല. എല്ലാം അവർ പറിച്ചു കൊണ്ടു കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ചെറിയൊരു കുറുക്ക് വഴിയിലൂടെ നേടിയെടുത്ത ഒരു വലിയ നേട്ടമാണ് കേട്ടോ ഇത്. ഓക്കേ.